അധ്യായം 54. റെഡ് വൈൻ. നീലിമയെ സിദ്ധാർത്ഥിനൊപ്പം കണ്ട ദേഷ്യത്തിലായിരുന്നു ലാവണ്യ. അവൾ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് നടന്നു പോകുന്നത് നോക്കി ഹേമന്ത് അവൾക്ക് പിന്നാലെ നടന്നു. ലാവണ്യ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റുന്ന പ്രകൃതക്കാരിയല്ല എന്ന് ഹേമന്തിന് മറ്റാരെക്കാളും നന്നായി അറിയാം. അതുകൊണ്ട് അവളെ പിന്നെ തടഞ്ഞു നിർത്താനും അവന് കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് ഇതൊന്നും അറിയാതെ നീലിമയും കൂട്ടി ഹാളിൽ ആളുകളോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഹായ് സിദ്ധാർത്ഥ്, അല്ല ഇതാരാ തന്റെ കൂടെ? പാർട്ടിക്ക് വന്ന ആളുകളിൽ ഒരാൾ ചോദിച്ചു. സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ നീലിമയെ പ്രണയത്തോടെ നോക്കി. നീലിമ അത് ശ്രദ്ധിച്ചിരുന്നു. സിദ്ധാർത്ഥിന് തന്നോടുള്ള സമീപനത്തിൽ ഈ ഇടയായി കാര്യമായ മാറ്റമുണ്ടെന്ന് നീലിമ വീണ്ടും ചിന്തിച്ചു. ഒരു പാർട്ട്ണറെ ഒരാൾ എങ്ങനെയാണോ കൊണ്ടു നടക്കുക എന്ന രീതിയിലാണ് സിദ്ധാർത്ഥ് നീലിമയെ പാർട്ടിയിൽ കൊണ്ടു നടക്കുന്നത്. ഒരു നിമിഷം പോലും അവൻ അവളുടെ കൈകളിലെ പിടിവിട്ടില്ല. പെട്ടെന്നാണ് ലാവണ്യ ദേഷ്യത്തോടെ അവനെ വിളിച്ചത്. സിദ്ധാർത്ഥ്. അപ്പോൾ സിദ്ധാർത്ഥ് കോപത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. അവൾ എന്തുകൊണ്ടാണ് അത്ര ഉറക്കെ തന്റെ പേര് വിളിച്ചതെന്ന് സിദ്ധാർത്ഥിന് നന്നായി അറിയാം. അതുകൊണ്ട് അവന് ദേഷ്യം തോന്നി. അപ്പോഴാണ് ലാവണ്യ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയത്. സിദ്ധാർത്ഥുമായി ഒരു സീൻ ഉണ്ടാക്കാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ലാവണ്യ ഉടനെ ദേഷ്യം മറച്ചു. എന്നിട്ടു പറഞ്ഞു, സോറി സിദ്ധാർത്ഥ്, ഞാൻ നീ കേൾക്കാൻ വേണ്ടി കുറച്ച് ഉച്ചത്തിൽ വിളിച്ചു പോയതാണ്. അല്ല, നീ വന്നല്ലേ? സാധാരണയായി നീ പാർട്ടികളിൽ അങ്ങനെ വരാറില്ലല്ലോ, ലാവണ്യ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്തെ ദേഷ്യവും മാഞ്ഞു. വരണമെന്ന് തോന്നി വന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. ലാവണ്യ അപ്പോൾ മാത്രം നീലിമയെ കണ്ടതായി ഭാവിച്ചുകൊണ്ട് ചോദിച്ചു, ഓ, ഈ കുട്ടിയും വന്നിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഇവിടെ വെച്ച് കാണുമെന്ന് കരുതിയില്ല, ലാവണ്യ പറഞ്ഞു. അത് കേട്ട് നീലിമ ചിരിച്ചു. അപ്പോൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് ഹേമന്ത് നടന്നു വന്നു. സിധു, നീ ഒന്ന് വന്നേ, ഹേമന്ത് പറഞ്ഞു. എന്താ കാര്യം പറ, സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ ഹേമന്ത് നീലിമയും ലാവണ്യയും നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനോട് പറഞ്ഞു, വന്നേ, ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഹേമന്ത് സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ച് ഹോളിന്റെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൈ വിട്, എന്താ കാര്യം, സിദ്ധാർത്ഥ് ചോദിച്ചു. എന്റെ പൊന്നു സിദ്ധു, നീ ഇത് എന്തു ഭാവിച്ചാണ് എന്തിനാ നീലിമയും കൂടി ഇങ്ങോട്ട് വന്നത്, ഹേമന്ത് ചോദിച്ചു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ച ഹേമന്ത് ഉടനെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അല്ലടാ, ഇതൊക്കെ കണ്ട ലാവണ്യക്ക് സങ്കടമാവില്ലേ? അതാ ഞാൻ അങ്ങനെ ചോദിച്ച്. അങ്ങനെ സങ്കടം തോന്നാൻ ലാവണ്യന്റെ ഭാര്യയോ കാമുകിയോ മറ്റോ ആണോ, സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധു, അങ്ങനെയല്ല. ഒന്നെങ്കിൽ നീ എല്ലാവരോടും കല്യാണം കഴിഞ്ഞ കാര്യം തുറന്നു പറയണം. അതിന് നീ തയ്യാറാവുന്നില്ല. അപ്പോ ലാവണ്യ ഹോപ്പ് വെക്കില്ലേ, ഹേമന്ത് ചോദിച്ചു. അങ്ങനെ ഹോപ്പ് വെക്കാനുള്ള സൂചന പോലും ഞാൻ അവൾക്കൊരിക്കലും കൊടുത്തിട്ടില്ല. പിന്നെ അവൾക്ക് തോന്നുന്നത് വിചാരിക്കുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധാർത്ഥ് പറയുന്നത് ശരിയാണെന്ന് ഹേമന്തിനും തോന്നി. സിദ്ധാർത്ഥ് ഒരിക്കലും ലാവണ്യയോട് സ്നേഹമുള്ള തരത്തിൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അവളായിട്ട് സിദ്ധാർത്ഥിന്റെ പിന്നാലെ നടക്കുന്നതിന് അവനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഹേമന്ത് മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, പിന്നെ നീലിമയെ കൊണ്ടുവന്ന കാര്യം നീ ചോദിച്ചതുകൊണ്ട് പറയാം. ഇങ്ങനെയുള്ള പാർട്ടിയില് എന്റെ ഭാര്യയെ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. അതിനെന്താ തെറ്റ്? എന്റെ ഭാര്യയാണ് നീലിമ, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ ഹേമന്ത് അവന്റെ മുഖത്ത് നോക്കി. ഓ, അപ്പൊ അങ്ങനെയൊക്കെ ആയി. നടക്കട്ടെ. ജീവിതത്തിൽ പെണ്ണെ ഉണ്ടാവില്ലെന്ന് കരുതി നീ ഒരു പെണ്ണിനെ കണ്ടപ്പോ മാറി. കൊള്ളാം എന്തായാലും. ഇനി എന്റെ കാര്യം എന്നാണാവോ ശരിയാവാൻ പോകുന്നത്, ഹേമന്ത് നിരാശയോടെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ചിരിച്ചു. അതിന് കുറച്ചൊക്കെ ധൈര്യവും കൂടി വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പോവേ ഉള്ളൂ. ഞാനെന്തായാലും പോവാ, എന്റെ ഭാര്യ പാവം അവിടെ ഒറ്റക്കാണ്. ബായ്, സിദ്ധാർത്ഥ് ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് ഹേമന്തിന് സന്തോഷം തോന്നി. നീലിമ കൂടെയുള്ളപ്പോൾ അവൻ വളരെ റിലാക്സ് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് അവന് തോന്നി. അപ്പൊ വിശ്വാമിത്രൻ ഇളകി തുടങ്ങി, ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. പാർട്ടി ഹാളിന്റെ മറുവശത്ത് നീലിമയോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു ലാവണ്യ. അവൾ ഉള്ളിലുള്ള ദേഷ്യം പുറത്ത് കാണിക്കാതിരിക്കാൻ പാടുപെടേണ്ടി വന്നു. നീലിമ സിദ്ധാർത്ഥിന്റെ അടുത്ത് കൂടുതൽ അടുത്തിടപഴകുന്നത് ലാവണ്യക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും സിദ്ധാർത്ഥിന് ഭയന്ന് അവൾക്ക് നീലിമയോട് ചിരിച്ച് സംസാരിക്കേണ്ടി വന്നു. നീലിമ ആദ്യമായാണോ ഇങ്ങനെ പാർട്ടിയിലൊക്കെ വരുന്നേ, ലാവണ്യ കുശലാന്വേഷണത്തിനോട് തുടക്കമിട്ടുകൊണ്ട് ചോദിച്ചു. അല്ല, ഞാൻ വന്നിട്ടുണ്ട്, നീലിമ പറഞ്ഞു. ഓ, സിദ്ധാർത്ഥിനെ പാർട്ടിയിൽ ആരെയും കൂടെ കൊണ്ടുവരാത്തതാണോ? പണ്ടൊരിക്കല് എന്റെ കൂടെ വന്നിട്ടുണ്ട്, അതും ഒരുപാട് നിർബന്ധിച്ചപ്പോ മാത്രം, ലാവണ്യ പറഞ്ഞു. നീലിമ അപ്പോൾ സിദ്ധാർത്ഥ് എവിടെ പോയെന്ന് ചിന്തിച്ച് അവൻ പോയ ദിശയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അത് ശ്രദ്ധിച്ച ലാവണ്യ ഉടനെ ചോദിച്ചു, അല്ല, നീലിമ ശരിക്കും സിദ്ധാർത്ഥിന്റെ അത്ര വേണ്ടപ്പെട്ട ആളാണല്ലേ? ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്കിടയില്, ലാവണ്യ ചോദിച്ചത് കേട്ട് നീലിമ അവളെ നോക്കി. ഈശ്വരാ, ഇവള് മനസ്സറിയാൻ വേണ്ടിയാണല്ലോ അടുത്തുകൂടി ഓരോരും ചോദിക്കുന്നത്. സിദ്ധാർത്ഥന്റെ ഭർത്താവാണെന്നങ്ങനെ പറഞ്ഞാലോ? ഇവളുടെ അപ്പോഴത്തെ പ്രതികരണം എന്താണെന്ന് അറിയാമായിരുന്നു. അല്ലേല് വേണ്ട, സിദ്ധാർത്ഥന് ചിലപ്പോൾ ഇഷ്ടാവില്ല. അതിന്റെ വഴക്കൂടെ എനിക്ക് കിട്ടും. തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നതാണ് ബുദ്ധി, നീലിമ മനസ്സിൽ ആലോചിച്ചു. നീലിമ തന്നെ നോക്കി മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ലാവണ്യ പറഞ്ഞു, അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. നിങ്ങൾ അത്ര അടുപ്പമുള്ളതുപോലെ കണ്ടപ്പോ തോന്നി, അതാ, ലാവണ്യ പറഞ്ഞത് കേട്ട് നീലിമ പുഞ്ചിരിച്ചു. അവിടെ നിന്നും എങ്ങനെ മുങ്ങാമെന്ന് നീലിമ ചിന്തിച്ചു.
ഉടനെ സിദ്ധാർത്ഥ് അവിടേക്ക് വന്നു. ആശ്വാസത്തോടെ നീലിമ അവനെ നോക്കി. സിദ്ധാർത്ഥിനെ കണ്ടപാടെ ലാവണ്യ അവനെ നോക്കി ഉത്സാഹത്തോടെ ചോദിച്ചു, സിദ്ധു, ഇത്തിരി വൈൻ എടുക്കട്ടെ നിനക്ക്? നല്ല റെഡ് വൈനാണ്. സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. നീലിമ അവനെയും, എനിക്ക് വൈനൊന്നും വേണ്ട, ഒരുപാട് പേരെ കാണാനുണ്ട്. ശരി, നീ എൻജോയ് ചെയ്യ്, സിദ്ധാർത്ഥ് ലാവണ്യയെ നോക്കി പറഞ്ഞു. എന്നിട്ട് മുഖം തിരിച്ച് നീലിമയെ നോക്കി. അല്ല, വരുന്നില്ല നീ? എന്ത് കാണാൻ അവിടെ ഇരിക്കുന്നേ? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് കേട്ട് നീലിമ ഉടനെ എഴുന്നേറ്റു. സിദ്ധാർത്ഥ് നീലിമയുടെ കയ്യിൽ പിടിച്ച് കൂടെ നിർത്തി. എന്നിട്ട് മുന്നോട്ട് നടന്നുപോയി. അത് കണ്ട് ലാവണ്യയുടെ മുഖം വാടി. പാർട്ടിയിൽ സിദ്ധാർത്ഥ് നീലിമയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. നീലിമയെ അറിയാത്ത പലരും അവൾ വർക്ക് ചെയ്യുന്ന ഫീൽഡും മറ്റും അറിഞ്ഞു. അതിനും കൂടി വേണ്ടിയാണ് സിദ്ധാർത്ഥ് അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് തന്നെ. അവൾക്ക് അവിടെ നിന്നും ഒരുപാട് പ്രമുഖരെ മറ്റും പരിചയപ്പെടാൻ സാധിച്ചു. ഒരുവിധം എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും നീലിമ തളർന്നു പോയിരുന്നു. അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് ദയനീയമായി നോക്കി. എന്തുപറ്റി? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് ഒന്നുമില്ല, നീലിമ പറഞ്ഞു. അവൾ എന്തോ മറച്ചു വെച്ച് സംസാരിക്കുന്നത് പോലെ തോന്നിയ സിദ്ധാർത്ഥ് അവൾക്ക് നേരെ തിരിഞ്ഞു. നീ കാര്യം പറയുന്നുണ്ടോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ട് നീലിമ അവനെ നോക്കി പറഞ്ഞു. അത് എന്റെ കാലിൽ വല്ലാത്ത വേദന. പുതിയ ചെരുപ്പ് ഫിറ്റല്ലായിരുന്നു, മുറിഞ്ഞെന്ന് തോന്നുന്നേ, നീലിമ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെയും കൂട്ടി അടുത്തുള്ള ഒരു ഒഴിഞ്ഞ കസേരയിൽ ചെന്നിരുന്നു. എന്നിട്ട് അവൻ അവളുടെ കാലുകൾ പരിശോധിച്ചു നോക്കി. അവന്റെ ഉടനെയുള്ള പ്രവൃത്തിയിൽ നീലിമ ആകെ അമ്പരന്നു. സിദ്ധാർത്ഥ് എന്തേ കാണിക്കുന്നേ? ആരെങ്കിലും ശ്രദ്ധിക്കും? നീലിമ കാലിൽ നിന്ന് പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ സിദ്ധാർത്ഥ് ദേഷ്യപ്പെടുമെന്ന് അവൾക്കറിയാം. സിദ്ധാർത്ഥ് അവളുടെ കാലുകളിലെ ചെരുപ്പഴിച്ചു മാറ്റി. അവൻ കാലുകളിൽ തൊട്ടപ്പോൾ നീലിമയ്ക്ക് വല്ലാത്തൊരിഷ്ടം തോന്നി. അവൾ ഹൈ ഹീൽസ് ആയിരുന്നു ധരിച്ചിരുന്നത്. അത് ഫിറ്റല്ലാത്തത് കൊണ്ടും ഒരുപാട് നേരം നിന്ന് സംസാരിക്കേണ്ടി വന്നതുകൊണ്ടൊക്കെ നീലിമയുടെ കാലുകളിൽ നന്നായി നീര് വെച്ചിരുന്നു. സിദ്ധാർത്ഥ് അത് കണ്ട് അതിശയത്തോടെ അവളെ നോക്കി. ഇങ്ങനെ നീര് വെച്ചിട്ടാണോ നീ ഇത്ര നേരം മിണ്ടാതിരുന്നത്? പറഞ്ഞു തൊലച്ചൂടെ കാല് വേദനിക്കുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അതപ്പോ പറയാൻ പറ്റിയില്ല. സാരല്ല, അത് അത്ര വലിയ വേദനയില്ല, കുറച്ചു നേരം ഇരുന്നാ മാറും, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് പിന്നെ അവളോട് ദേഷ്യപ്പെട്ടില്ല. ശരി, എന്നാ നീ ഇവിടെ ഇരിക്ക്, എനിക്ക് കുറച്ചുപേരെ കൂടി കാണാനുണ്ട്. ചെരുപ്പ് ഇപ്പൊ ഇടണ്ട കേട്ടോ, വേദന മാറട്ടെ, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ ശരിയെന്ന് തലയാട്ടി. അവൾക്ക് സിദ്ധാർത്ഥിനോട് കൂടുതൽ സംസാരിക്കണമെന്ന് തോന്നി. പക്ഷെ പിന്നീട് മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്തു. സിദ്ധാർത്ഥ് എത്രമാത്രം കരുതലോടെയാണ് തന്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കുന്നതെന്ന് നീലിമ അത്ഭുതത്തോടെ ചിന്തിച്ചു. അപ്പോൾ സിദ്ധാർത്ഥിന്റെ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ചുകൊണ്ട് ലാവണ്യ ദൂരെ ഇരിക്കുന്നുണ്ടായിരുന്നു. നീലിമയെ സിദ്ധാർത്ഥ് പരിചരിക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത അസൂയ തോന്നി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അവൾ ഫെയർ കോസ്മെറ്റിക്സിലെ എയ്ഡ് ഡയറക്ടർ വിനീത ആ ഹാളിൽ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. നീലിമ ഉടനെ അവരോട് സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അന്നേരം കൃത്യമായി ഒരു ചെറുപ്പക്കാരൻ അവളുടെ മുന്നിലേക്ക് വന്നു. പെട്ടെന്നായതുകൊണ്ട് അവന്റെ കയ്യിലെ വൈൻ ഗ്ലാസ് കയ്യിൽ നിന്ന് പോയി. നീലിമയുടെ ഡ്രസ്സിൽ വൈൻ തെറിച്ച് വൃത്തികേടായി. അവളും അവനും തൊട്ടില്ല എന്ന മട്ടിൽ പരസ്പരം നോക്കി. ഓ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല, അയാൾ പറഞ്ഞു. അപ്പോൾ നീലിമ അവനെ ശ്രദ്ധിച്ചു. അത് ഫേമസ് ആക്ടർ രാംദേവ് ആയിരുന്നു. അവൾക്ക് അവനെ നേരത്തെ ടിവിയിലൊക്കെ കണ്ടു പരിചയമുണ്ട്. അവനൊരു അഹങ്കാരിയാണെന്നായിരുന്നു നീലിമ വിചാരിച്ചിരുന്നത്. അയ്യോ, എന്റെയും കൂടെ തെറ്റാണ്, ഞാനും ശ്രദ്ധിച്ചില്ല, നീലിമ പറഞ്ഞു. ആ വേഷത്തിൽ എങ്ങനെ ഇനി പാർട്ടിയിൽ തുടരുമെന്നാണ് നീലിമ ചിന്തിച്ചത്. കാരണം അത്രത്തോളം അത് കറയായി അലങ്കോലമായിരുന്നു. ഡ്രസ്സാകെ ചീത്തയായല്ലോ. സാരല്ല, ഞാൻ എന്റെ കോസ്റ്റ്യൂം ഡിസൈനറോട് ഒരു ഉടുപ്പ് തരാൻ പറയാം. ഞങ്ങൾ ഷൂട്ടിങ്ങിനിടെ വന്നതാണ്, സോ അയാളുടെ കയ്യിൽ സ്പെയർ ഡ്രസ് ഉണ്ടാകും. റാം പറഞ്ഞു. അതൊന്നും വേണ്ട, സാരമില്ല. നീലിമ പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല, ഞാനായിട്ട് ഡ്രസ്സ് നശിപ്പിച്ചല്ലേ, സോ ഇതെങ്കിലും എനിക്ക് ചെയ്യണം പ്ലീസ്. ഈ വേഷത്തിൽ എന്തായാലും തനിക്ക് പാർട്ടിയിൽ തുടരാനും പറ്റില്ലല്ലോ. റാം പറഞ്ഞു. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് നീലിമയ്ക്ക് തോന്നി. ഈ കോലത്തിൽ പാർട്ടിയിൽ തുടർന്നാൽ സിദ്ധാർത്ഥിന്റെ വഴക്കും കേൾക്കും. ഞാൻ ഡ്രസ്സ് വരുത്തിക്കാം, കുട്ടിയൊന്നും പറയണ്ട, റാം പറഞ്ഞു. നീലിമ പിന്നെ ഒന്നും പറഞ്ഞില്ല. അയാൾ ചെന്ന് അവൾക്ക് വേണ്ടി ഒരു വെളുത്ത ഗൗൺ കൊണ്ടുവന്നു കൊടുത്തു. നീലിമ അതുമായി വാശേരിയിൽ പോയി വേഷം മാറി തിരിച്ചു വന്നു. അവൾ ആ ഡ്രസ്സിലും വളരെ സുന്ദരിയായിരുന്നു. താങ്ക് യു മിസ്റ്റർ രാംദേവ്, നിങ്ങളെപ്പറ്റി ജാടയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത്. ബട്ട് നിങ്ങൾ വളരെ സ്വീറ്റ് ആണല്ലോ, നീലിമ പറഞ്ഞു. എന്നെ തനിക്കറിയാമോ? റാം അതിശയത്തോടെ ചോദിച്ചു. അതെന്താ അറിയാത്തെ? നിങ്ങൾ ഫേമസ് അല്ലേ? ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഞാനും മീഡിയ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അറിയാതെ പറ്റില്ലല്ലോ, നീലിമ പറഞ്ഞു. ആഹാ, മീഡിയ ഫീൽഡിലോ? ഏത് കമ്പനിയാ? അല്ല, എന്താ തന്റെ പേര്? റാം ആവേശത്തോടെ ചോദിച്ചു. നീലിമ വാസുദേവ്, നീലിമ പറഞ്ഞു. നൈസ് നെയിം, ഞാൻ അധികം ഈ പേര് കേട്ടിട്ടില്ല, റാം പറഞ്ഞു. നീലിമ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. കമ്പനി ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ, റാം ചോദിച്ചു. ഞാൻ സ്റ്റാർഡം മീഡിയയിലാണ്. ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ സൂര്യ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അയാളുടെ ഗൈഡ് ഞാനാണ്, നീലിമ പറഞ്ഞു. റാം അത് കേട്ട് അത്ഭുതത്തോടെ അവളെ നോക്കി. ഒരുപാട് കേട്ടിട്ടുണ്ട് അവനെ പറ്റിയും,
അവന്റെ പുതിയ ഗൈഡ് വന്നതിൽ പിന്നെയാണ് പുള്ളി ഉയർന്നു വന്നതുമെന്നൊക്കെ. ആ ഗൈഡ് താനായിരുന്നു, കൊള്ളാലോ. നീലിമയെ നോക്കി റാം പറഞ്ഞു. നീലിമ പുഞ്ചിരിച്ചു. സത്യമായും നിങ്ങൾക്കെന്നെ അറിയാമോ? നീലിമ ഉത്സാഹത്തോടെ ചോദിച്ചു. അത്ര വലിയ ഫേമസ് ആക്ടർ തന്നെപ്പറ്റി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ അവൾക്ക് വളരെ സന്തോഷം തോന്നി. അതെ, താൻ വളരെ ഫേമസ് ആണല്ലോ. ആ നീലിമയാണ് ഈ നീലിമയെന്ന് എനിക്ക് മനസ്സിലായില്ല. റാം പറഞ്ഞു. ഒത്തിരി താങ്ക്സ് മിസ്റ്റർ റാം. സൂര്യ എന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല ഉയർന്നു വന്നത്. അവൻ നല്ല കഴിവുള്ള പയ്യൻ തന്നെയാണ്, അതാ. നീലിമ പറഞ്ഞു. ഇത്ര വിനയമൊന്നും കാണിക്കണ്ട. നീലിമ വളരെ കഴിവുള്ള ആളാണെന്ന് എനിക്കറിയാം. എന്തായാലും നീലിമയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ഈ വൈൻ വീണ ഡ്രസ്സ് എനിക്ക് തരാമോ? ഞാൻ ക്ലീൻ ചെയ്യാൻ കൊടുത്ത ശേഷം തിരികെ തരാം. റാം ചോദിച്ചു. അയ്യോ, അത് വേണ്ട, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം, നീലിമ പറഞ്ഞു. ഏയ് കുഴപ്പമില്ല, എന്റെ അസിസ്റ്റന്റ് അത് ക്ലീൻ ചെയ്തോളും. പ്ലീസ്, ഞാനല്ലേ വൈൻ വീഴ്ത്തിയത്, സോ ഞാനത് ക്ലീൻ ചെയ്യിക്കാം. നീലിമ മറുത്തൊന്നും പറയരുത്. റാം അത്ര കാര്യമായി പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. നീലിമ അയാളോട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാനായി തിരിഞ്ഞു. മിസ് നീലിമ, ഒരു കാര്യം മറന്നല്ലോ. റാം ചോദിച്ചത് കേട്ട് നീലിമ ആശയക്കുഴപ്പത്തോടെ തിരിഞ്ഞു നോക്കി.